മരിച്ച വാഴൂർ സോമൻ എംഎൽഎയുടെ മൃതദേഹം പുലർച്ചെ 3 മണിയോടെ വണ്ടിപ്പെരിയാറിലെ വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 11 മണി മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം പഴയ പാമ്പനാറിൽ എസ്.കെ. ആനന്ദൻ സ്മൃതി കുടീരത്തിന് സമീപം നാളെ വൈകിട്ട് 4 മണിയോടെ. പേരിനൊപ്പം ജനിച്ച സ്ഥലം കൊണ്ടു നടന്നപ്പോഴും കോട്ടയം വാഴൂർ എന്ന സ്ഥലം കൊണ്ടു നടന്നപ്പോഴും ഇടുക്കിക്കാർക്കായി പ്രത്യേകിച്ചും പീരുമേട്ടിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മളെ ഇന്ന് വിട്ടുപിരിയുന്നത്. നാളെ 4 മണിയോടെ കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ വിവരം അറിഞ്ഞു, ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. നമുക്കറിയാം എത്രത്തോളം തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും മറ്റും നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് വാഴൂർ സോമൻ എംഎൽഎ എന്ന് പറയുന്നത്. സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ മോഹിക്കാതെ തീർത്തും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2021 മാത്രമാണ് അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് വന്നത്, എംഎൽഎ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് വന്നത്. നാളെ എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവാണ് സഖാവ് വാഴൂർ സോമൻ. സഖാവ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇപ്പം പൊതുദർശനം കഴിഞ്ഞു. ATUCയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം വെച്ച ശേഷം ഇന്ന് രാത്രി 2 മണിയോടുകൂടി മൃതദേഹം സ്വദേശിലെത്തിക്കും. രാവിലെ ഒരു 10:30-11 കൂടി വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനം വെക്കുകയും അവിടുന്ന് 3 മണിക്ക് വിലാപയാത്രയായി പാമ്പനാറിൽ പാർട്ടിയുടെ മുതിർന്ന സഖാവ് എസ്.കെ. ആനന്ദൻ്റെ സ്മൃതി മണ്ഡപത്തിനടുത്തായിട്ട് സഖാവിനെ സംസ്കരിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പീരുമേട്ടിലും ജില്ലയിലൊക്കെ ഇത്ര വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഖാവിൻ്റെ ഒരു ത്യാഗപൂർണമായ പ്രവർത്തനം ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സഖാവ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. മുതലാളിത്തോട് ചേർന്ന് നിന്ന് തൊഴിലാളികളെ ഒറ്റിക്കൊടുക്കുന്ന നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരമായി സഖാവിൻ്റെ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പീരുമേട്ടിലും ഈ ജില്ലയിലും സംസ്ഥാനത്തും നല്ല വളർച്ച ഉള്ളതിന് യാതൊരു തർക്കവുമില്ല. നാളെ രാവിലെ മുതൽ തന്നെ വീട്ടിലും അതുപോലെ തന്നെ 11 മണിയോട് കൂടിയിട്ട് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിലും അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും. അതിനുശേഷം 4 മണിയോട് കൂടിയിട്ടായിരിക്കും സംസ്കാരം നടത്തുക.